ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് എത്ര പേര് ചെയ്ത് കാണും എന്നെനിക്കറിയില്ല. ഒരുപാട് കാൽക്കുലേഷനൊക്കെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 80 liters of mixture of a spirit and water in the ratio 7:9 is present in a container A. 20 liters of the mixture is transferred to another container B. Then the container A is filled with 20 liters of water. Then 32 liters of mixture is again transferred to container B. The ratio of water to spirit of the mixture in the container B is equal to. ഇപ്പോൾ ഒരുപാട് മിക്സറിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതെടുത്ത് ദയവായിട്ട് കാണുക. ഓപ്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മുടെ CGL മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നോക്കാം. രണ്ട് കണ്ടെയ്നറുണ്ട്. കണ്ടെയ്നർ എയും ബിയും. നമുക്ക് മനസ്സിലായ കാര്യം നമുക്കൊന്ന് എടുക്കാം. ഇത് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു കണ്ടെയ്നർ എയും കണ്ടെയ്നർ ബിയും ആണ്. അപ്പോൾ ഇവിടെ സ്പിരിറ്റും വാട്ടറുമാണ് ഉള്ളത്. ഓക്കെ, അതും നമുക്ക് മനസ്സിലായി. ഇനി എന്താ ഇവർ പറയുന്നത് 7:9 എന്തിരിക്കുന്നത് റേഷ്യോയിലുള്ളത്. 80 ലിറ്ററാണ് ടോട്ടൽ മിക്സർ ഉള്ളത്. അതായത് 7 യൂണിറ്റ് സ്പിരിറ്റും 9 യൂണിറ്റ് വാട്ടറും ആണെങ്കിൽ 9 7 ടോട്ടൽ 16 കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആണ് 80. 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 7 എന്ന് പറഞ്ഞാൽ 7 5 35. 9 എന്ന് പറഞ്ഞാൽ 9 5 45. അതായത് സ്പിരിറ്റ് 35 ലിറ്ററും ഉണ്ട്, വാട്ടർ 45 ലിറ്ററും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഒരു ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം. ഇനി ഇവിടെ പറയുന്നു 20 liters of mixture is transferred to another container B. അപ്പോൾ 20 ലിറ്റർ എന്ത് ചെയ്യുവാണ്, ആദ്യത്തെ എ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും 20 ലിറ്റർ എടുത്തിട്ട് എങ്ങോട്ട് ഒഴിക്കുവാണ്, നമ്മുടെ ബി എന്ന് പറയുന്ന കണ്ടെയ്നറിലോട്ട് ഒഴിക്കുവാണ്. അപ്പോൾ ആ 20 ലിറ്റർ എടുക്കുമ്പോൾ 20 ലിറ്ററിലും ഏത് റേഷ്യോയിലായിരിക്കും സ്പിരിറ്റും വാട്ടറും ഉള്ളത്? 7:9 റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് സ്പിരിറ്റ് എത്ര പോവും? 20ൻ്റെ 7/16. ടോട്ടൽ 16 20 എടുത്താൽ അതിൽ 7. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത സമയത്ത് 5/4 35/4 പാർട്ട് എന്തായിരിക്കും? സ്പിരിറ്റ് ആയിരിക്കും. സ്പിരിറ്റ് 35/4 പാർട്ട്. വാട്ടർ എത്ര വരും? വാട്ടർ 20/16 × 9 ആണ്. അപ്പോൾ 5/4 × 9 95 45/4. അപ്പോൾ 45/4 ലിറ്റർ എന്തുണ്ട്? ബിയിൽ വാട്ടറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മനസ്സിലായി ഈ ഒരു ബി എന്ന് പറയുന്ന കണ്ടെയ്നറിൽ ഇപ്പോൾ 35/4 സ്പിരിറ്റും 45/4 ലിറ്റർ വാട്ടറും ഉണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ദെൻ ദ കണ്ടെയ്നർ എ ഈസ് ഫിൽഡ് വിത്ത് 20 liters ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ എയിൽ ഇപ്പോൾ ആരാ ഉള്ളത്? കണ്ടെയ്നർ എയിൽ ഇനിഷ്യലി 35 ലിറ്റർ സ്പിരിറ്റ് ഉള്ള സ്ഥലത്ത് അതിൽ നിന്ന് 35/4 സ്പിരിറ്റ് പോയി. എന്നാൽ വാട്ടറോ 45 ലിറ്ററുള്ളടുത്ത് 45/4 ബിയിലോട്ട് ഒഴിച്ചു. അതിൻ്റെ കൂടെ 20 ലിറ്റർ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴത്തെ കേസിൽ സ്പിരിറ്റിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇപ്പോൾ എന്ത് കിട്ടും? ഇത് 35/4 അല്ലെങ്കിൽ 35/3 ആണ്. അല്ല, 35/4 140 - 35 105/4 അല്ലെങ്കിൽ 35/3/4 105/4 സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 45 - 45/4 180 - 45 135/4 + 20 135/4 + 20 അതായത് 135 + 80/4 215 215 വരുന്നത്. അതെ, 215/4. അപ്പോൾ റേഷ്യോ എന്ത് കിട്ടും? സ്പിരിറ്റിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? 4 ക്യാൻസലാവുന്നു. 5 വെച്ച് കിട്ടുമ്പോൾ 21, 5 വെച്ച് കിട്ടുമ്പോൾ 43. അപ്പോൾ 21:43 ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ എയിൽ സ്പിരിറ്റും വാട്ടറും ഇരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതെടുത്തത്? ഇതിൽ നിന്നും 32 ലിറ്റർ വാട്ടർ എഗെയിൻ ബിയിലോട്ട് ഒഴിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 32 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ സ്പിരിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 32. അതിനകത്ത് ടോട്ടൽ 64 21 പാർട്ട് എന്തായിരിക്കും? സ്പിരിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 21/2 പാർട്ട് എന്തായിരിക്കും? സ്പിരിറ്റ് ആയിരിക്കും. വാട്ടർ എന്തായിരിക്കും? 32 43/64 പാർട്ട്. അതായത് 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 43/2 എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ കണ്ടെയ്നർ ബിയിലെ സ്പിരിറ്റിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ സ്പിരിറ്റ് എന്ത് വരും കണ്ടെയ്നർ ബിയിൽ? ഇത് വാട്ടറാണ്. അപ്പോൾ സ്പിരിറ്റ് എന്ത് വരും കണ്ടെയ്നർ ബിയിൽ? ഇനിഷ്യലി 35/4 അവിടെ ഉണ്ട്. ഓൾറെഡി 35/4 അവിടെ ഉണ്ട്. 35/4 അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇവിടെ പുതിയ സ്പിരിറ്റ് 21/2 അങ്ങനെ എനിക്ക് ഞാൻ 42/4 എന്ന് എഴുതും. വാട്ടർ എന്ത് വരും? ഓൾറെഡി 45/4 അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? 43/2 എനിക്ക് 86/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? ഇവിടെ 35ഉം 42 77/4 റേഷ്യോ 45 86 120 131/4 4 വെട്ടിപ്പോവും. അപ്പോൾ 77:131 ആയിരിക്കും നമ്മളുടെ കണ്ടെയ്നർ ബിയിലെ വാട്ടർ ടു സ്പിരിറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്പിരിറ്റ് വാട്ടറാണ്.
സ്പിരിറ്റ് ടു വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ ടു സ്പിരിറ്റ് എന്ത് വരും? തിരിച്ചെഴുതണം. 131:77. ഓപ്ഷൻ 2. ഇവിടെയും ടെസ്റ്റാണ്. ഇത് സില്ലി മിസ്റ്റേക്കാണ്. നിങ്ങൾ 77:131 എഴുതി കഴിഞ്ഞാൽ എന്താണ്? സില്ലി മിസ്റ്റേക്കാണ്. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2. വാട്ടർ ടു സ്പിരിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ടു സ്പിരിറ്റ്. വാട്ടർ 131 ആണെങ്കിൽ സ്പിരിറ്റ് എത്രയാണ്? 77. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നല്ല കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വേറെ സൊല്യൂഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് കാൽക്കുലേഷൻ അവിടെ വരുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം. മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. കുറച്ചുകൂടെ സമയം കുറച്ച് ചെയ്യാം. 2 മിനിറ്റ് എടുത്തോട്ടെ, കുഴപ്പമില്ല. ഈസിയുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഒരു മിക്സറിൽ നിന്നും എത്ര ക്വാണ്ടിറ്റി എടുത്താലും അതിനകത്തിപ്പം വാട്ടറും സ്പിരിറ്റും വാട്ടറും 7:9 ആണുള്ളതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും അത് ഏത് റേഷ്യോ തന്നെ ആയിരിക്കും? 7:9 തന്നെ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് 20 ലിറ്റർ എടുത്തപ്പോൾ അതേ റേഷ്യോയിലാണ് സാധനം പോയത്. അത് ബി എന്ന് പറയുന്ന കണ്ടെയ്നറിൽ പോയി. പിന്നെ അതിൽ നിന്നും കുറച്ചു 20 ലിറ്റർ വാട്ടർ ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ റേഷ്യോ എടുത്തു. കാര്യം 32നെ ആ റേഷ്യോ തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ആ റേഷ്യോയിൽ കുറച്ച് സാധനം അങ്ങോട്ട് പോയി. വേണ്ടുന്ന കാര്യം മാത്രം എഴുതുക. അപ്പോൾ അവിടെ എത്ര വന്നു, ഇവിടെ എത്ര വന്നു, ആ കാര്യം നോക്കുക. അപ്പോൾ രണ്ടിടത്ത് ഒരു റേഷ്യോ കൂടെ കണ്ടുപിടിക്കണം. അതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ആദ്യം ഉള്ളത് കണ്ടുപിടിച്ചു, പിന്നെ ബാക്കിയുള്ളതിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ആ റേഷ്യോയിലായിരിക്കും സാധനം പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 32 ടോട്ടൽ 67 32 1 പറഞ്ഞാൽ 1/2 ആണ്. 21 പറഞ്ഞാൽ 21/2, 41 പറഞ്ഞാൽ 41/2. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും എന്ത് ചെയ്തത് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപോലുള്ള കണ്ടൻറ്റിനായിട്ട് നിങ്ങൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ CGL ക്ലാസ്സുകളെല്ലാം ഉണ്ട്. എല്ലാ ക്ലാസ്സിലും കാണുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.